നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ അമ്മയോട് ഒന്ന് പറ. അയ്യോ, ഞാനൊരു ഫ്രോഡല്ലേ, ഞാൻ പറഞ്ഞാലേ അമ്മ കേക്കില്ല. അയ്യോ പോവാൻ നോക്ക്. മോളെ അയ്യോ മോളെ കഥ കണക്കല്ലേ. അയ്യോ വെറുതെ മാസ് ഡയലോഗ് അടിക്കണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കാലെങ്കിലും പിടിച്ച് കയറായിരുന്നു. മോളെ ഭാനുമേ, ഇനി ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി വല്ല തൊഴിലുറപ്പിനും പോവാം, അല്ലാതെ എന്ത് ചെയ്യും? അയ്യോ വല്ല കാര്യമുണ്ടെന്ന മേലെനങ്ങാതെ തിന്നും കുടിച്ചും കിടക്കായിരുന്നു. മഞ്ജുവിനെ കാണാൻ പോയിട്ട് എന്തായി? അവിടെ ചെന്നിട്ട് വല്ല ബഹളം ഉണ്ടാക്കിയോ? ഇല്ല. സത്യം പറ, ഇല്ലെങ്കിൽ നാളെ അവള് തട്ടിപ്പോയാ പോലീസ് ആദ്യം സംശയിക്കുന്ന നിന്നെയായിരിക്കും. ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ലേ? അവസാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ചത്താലും നിന്റെ അടുത്ത് ഒരു സഹായം ഞാൻ ചോദിച്ചു വരില്ല, പോരെ? മതി. അല്ല, ഈ ഭീമന്റെ കൂടെ എത്ര പേരുണ്ടാവും പറഞ്ഞത്? 2 പേരുണ്ടാവും. അവരെങ്ങനെയാ, കൊള്ളാവുന്നവരാണോ അതോ ആ ഭീമനെ പോലെ തന്നെയാണോ? ബാക്കി 2 പേരെ ഞാൻ നേരിട്ട് കണ്ടില്ല. എന്നെ അവരെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. നീ എന്താ അത്ര ആലോചിക്കുന്നത്? ഞാൻ അവനെ കണ്ടു. ആര്? ഭീമൻ പറഞ്ഞ അയൽക്കാരന്. എന്നിട്ട്? അവന്റെ പേര് അയ്യപ്പൻ എന്നാ. അവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അവനെ സൂക്ഷിക്കണം. നീ ഒന്ന് തെളിച്ചു പറ. നിന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൻ നിസ്സാരക്കാരനല്ല. മഞ്ജുവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. ഇത്രയും സംരക്ഷിക്കാൻ മാത്രം അവൾ അവന്റെ ആരാ? അവര് തമ്മിൽ ഇനി എന്തെങ്കിലും ചുറ്റുകളി ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ മഞ്ജുവിന്റെ കൂടെ ഉള്ളപ്പോ നമുക്ക് അവളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഇത്ര ബിൽഡപ്പ് ഒന്നും കൊടുക്കല്ലേ മോളെ, നമുക്ക് കാത്തിരുന്ന് കാണാം. 3 പേർക്ക് മുമ്പിൽ അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇപ്പോഴും പറയുന്നത് ആ അയ്യപ്പനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് മതി മഞ്ജുവിനെ തീർക്കാൻ ശ്രമിക്കുന്നതെന്നാ. അവന്റെ ചരിത്രം മുഴുവൻ പഠിച്ചിട്ട് മഞ്ജുവിനെ തീർക്കാൻ മാത്രമുള്ള സമയമൊന്നും നമുക്കില്ല. ഗിരി നാളെ എത്തില്ലേ, പിന്നെ മഞ്ജുവിനെ തൊടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ പോലും എനിക്കില്ല. അതുകൊണ്ട് ഈ അവസരം മുതലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മള് ഗിരി മാറി നിൽക്കുന്നത് വരെ നോക്കിയിരിക്കേണ്ടി വരും. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അയ്യപ്പൻ ഇല്ലാത്തപ്പോ തന്നെ അവളെ നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. ഇനിയെങ്ങാനും അവൻ ഇടയിൽ കയറി വന്നാ ഭീമനും കൂട്ടരും അവന്റെ കാര്യം നോക്കിക്കോളും. സ്വാമി അയ്യപ്പോ, അമ്മേ സ്വാമി, ഇതെല്ലാ കൊല്ലം ചെയ്യുന്ന നിന്നെ സമ്മതിക്കണോടാ. അമ്മച്ചേ നടുപൊടിയാറായി. ഈ ക്ഷീണമൊക്കെ നട തുറന്ന അയ്യപ്പന്റെ ദർശനം കിട്ടിക്കഴിയുമ്പോ മാറും. ആ ദർശനത്തിന്റെ ഊർജ്ജം മതി അടുത്ത വർഷം നിന്നെ വീണ്ടും വരുത്താൻ.
സ്വാമി ശരണം. സ്വാമി ശരണം. എന്നെ കൂടി കൊണ്ടുപോടാ. ഫോൺ മഹിമയാണല്ലോ. ആ നടക്കട്ടെ നടക്കട്ടെ. എന്ത് കിടക്കട്ടെ എന്ന്? എടാ അവള് വല്ല അത്യാവശ്യം പറയാൻ വിളിക്കുന്നതായിരിക്കും. അതിന് നീ ഇങ്ങനെ കാണിക്കുന്നതിനാ? ഞാൻ ഒന്നിനും ഇല്ലേ. അതെ, നീ എങ്ങോട്ടും പോണ്ട. ഇവിടെ നിന്നിട്ടേ ഞങ്ങളുടെ സംസാരം കേക്ക്. എന്താണെങ്കിലും നിനക്ക് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവുമല്ലോ. അയ്യേ അതൊന്നും വേണ്ട. വേണം, ആവശ്യം തന്നെയാണല്ലോ. ഹലോ ഹലോ, എന്താ മഹിമേ, വീട്ടിലെന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അമ്മ ഒക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെന്താ കാര്യം? വീട്ടിലെ കാര്യം സംസാരിക്കാൻ മാത്രമേ എനിക്ക് വക്കീലിനെ വിളിക്കാൻ പാടുള്ളൂ. അല്ല, അങ്ങനെയല്ല. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ വിളിച്ചതാ. പോയതിനു ശേഷം വക്കീലിന് ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ലവ് സമയം വിളിക്കാറുണ്ടല്ലോ. അമ്മ വിവരങ്ങളൊക്കെ പറയാറില്ലേ? അപ്പൊ പിന്നെ പ്രത്യേകം വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞ ഞാനിപ്പോ വക്കീലിനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഞാനേ അത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിലൊന്നുമില്ല. എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇതോടെ ഇല്ലാതായി കാണും. എടാ പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബോധം പോലും ഇല്ലാതായി പോലും നിനക്ക്. കഷ്ടം. ഈ അറിവില്ല പൈതലിനെ കാക്കണേ. എന്ത് കഷ്ടം? എന്തു പറ്റി? ആകെ ദേഷ്യത്തിലാണല്ലോ. വക്കീലിനെ ഫോണിൽ വിളിച്ചതാ. ഇത്രയും ദിവസം കാണാതിരുന്നതിന്റെ വിഷമത്തെ ഞാൻ വിളിച്ചപ്പോ അതൊന്നും ഒട്ടും ബാധിക്കാത്ത പോലുള്ള ഒരു സംസാരം. അത് ചില ആണുങ്ങളുടെ ഒരു നമ്പറാ. പെൺകുട്ടികളുടെ മുമ്പിൽ ഒരു വെയിറ്റ് ഇടാൻ വേണ്ടി. ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെ ജാടയിടുന്ന ആണുങ്ങളെയാണ് ഇഷ്ടം. എനിക്കത്ര ഇഷ്ടമല്ല. അത് വക്കീലിനറിയില്ലല്ലോ. തന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒരു നമ്പർ ഇട്ട് നോക്കിയതായിരിക്കും. വക്കീൽ അങ്ങനെ നമ്പർ ഇടുന്ന ആളൊന്നും അല്ല. ഗിരിയേട്ടന് ശബരിമലയ്ക്ക് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോയാ പോരായിരുന്നോ? ഇന്നലെ വക്കീലിനെയും കൂടെ കൂട്ടിയത് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ചില പെണ്ണുങ്ങൾക്ക് എപ്പോഴുള്ള കുഴപ്പം അത്. നിങ്ങളുടെ പുറകെ നടക്കുന്ന മിടുക്കരായ ആമ്പിള്ളാരെ കണ്ടില്ലെന്നടിക്കും. എന്നിട്ട് ചില തോൽവികളുടെ പുറകെ സ്വന്തം വേല കളഞ്ഞു നടക്കും. നീ ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്ന് നിനക്ക് അറിയില്ല മഹിമേ.